welcome to a new video about series. Today we discuss about an alternating series. Alternating series എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത്രയും കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോസിലേക്ക് നമ്മൾ സീരീസ് എന്താണെന്ന് പറഞ്ഞു. then അവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സീരീസ് പറഞ്ഞു. സീരീസിൻ്റെ ഡൈവേർജൻസ് ആൻഡ് കൺവേർജൻസ് എങ്ങനെ ചെക്ക് ചെയ്യാനൊക്കെ പറഞ്ഞു. സോ ഇനി എന്താണ് ഒരു ആൾട്ടർനേറ്റിംഗ് സീരീസ്? ബൈ ഡെഫിനിഷൻ a series in which the terms are alternatively negative and positive and the absolute value of the terms are decreasing to zero is called an alternating series. എന്താണ് പറയുന്നത്? മൂന്ന് കാര്യങ്ങളാണ് ഒരു ഡെഫിനിഷനിൽ പറയുന്നത്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ട് ആയി sigma I ranging from 1 to infinity ai എന്നുള്ളത് നമുക്ക് തന്ന ഗിവൺ സീരീസ് ആണെങ്കിൽ ഫസ്റ്റ് ആയിട്ട് പറഞ്ഞത് the terms of the series are alternatively positive and negative. The terms of the series are alternatively positive and negative എന്ന് പറഞ്ഞാൽ a1 a2 this is a1 plus a2 plus a3 etc plus a എന്നുള്ള ഒരു ഫോമുല. ഓക്കെ, then ഫസ്റ്റ് കണ്ടീഷൻ പറയുന്നത് a1 is greater than 0. okay, then a2 is less than 0. again a3 is greater than 0 and a4 is less than 0 etc. That is, the terms of the series are alternatively positive and negative. This is positive, a1 is positive ആണെങ്കിൽ a2 is negative, then a3 is again positive, a4 is negative. തിരിച്ചു ആവാം, a1 is less than 0 ആണെങ്കിൽ a2 is greater than 0, then again a3 is less than 0, a4 is greater than 0. രണ്ട് രീതിയിലും ആവാം, അതിൽ കുഴപ്പമില്ല. പക്ഷേ the terms of the series are alternatively negative and positive ആയിരിക്കും. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ പറഞ്ഞത്. ഓക്കെ, then second condition എന്താണ്? Absolute value of the terms are decreasing. Absolute value of the terms of the series are decreasing. Absolute value എന്ന് പറഞ്ഞാൽ എന്താണ്? modulus of a1, modulus of a2, modulus of a3 അല്ലേ? സീരീസിൻ്റെ ടേംസിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ ആർ ഡിക്രീസിങ് എന്ന് പറയുമ്പോൾ ഏത് ഓർഡറിലായിരിക്കും? മോഡുലസ് ഓഫ് a1 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, മോഡുലസ് ഓഫ് a2 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, മോഡുലസ് ഓഫ് a3 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, മോഡുലസ് ഓഫ് a4 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഈ ടൈപ്പിലായിരിക്കും. അതായത് ഡിക്രീസിങ് സീരീസ് അല്ലേ? എന്താണ് അബ്സല്യൂട്ട് വാല്യൂ? എന്തായിരിക്കും? ഒരു ഡിക്രീസിങ് സീക്വൻസ് ആയിരിക്കും. ഓക്കെ, then മൂന്നാമത്തെ കണ്ടീഷൻ എന്താണ്? is absolute value is decreasing to 0 എന്നാണ്. ഡിക്രീസിങ് ടു 0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ വേറൊരു വേർഷൻ ആണ് എന്ത്? ലിമിറ്റ് n tends to infinity modulus of n is equal to 0. അതായത് ഇതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ nth ടേമിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ ടെൻസ് ടു 0 എന്നാണ്. Absolute value of the nth term of the series tends to 0. അപ്പോൾ ഇത് മൂന്നും കൂടെ ഒന്നിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? a series in which the terms are alternatively positive and negative and the absolute value of the terms of the series are decreasing to 0. അതിൻ്റെ മാത്തമാറ്റിക്കൽ വേർഷനാണ് ഇത്. ഈ മൂന്ന് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളൊരു സീരീസിനെയാണ് നമ്മൾ ആൾട്ടർനേറ്റീവ് സീരീസ് എന്ന് വിളിക്കുന്നത്. ആൾട്ടർനേറ്റീവ് സീരീസ്, അതായത് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ ആൾട്ടർനേറ്റീവ് സീരീസ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഒരു സീരീസ് എഴുതിയിട്ട് ഒരു ആൾട്ടർനേറ്റീവ് സീരീസ് ആണ് ചെക്ക് ചെയ്ത്. ജസ്റ്റ് 1 മൈനസ് നമ്മളിപ്പോൾ എഴുതുന്ന ഒരു സീരീസ് 1 മൈനസ് 1/2 plus 1/3 minus 1/4 plus 1/4 etc. അങ്ങനെ പോയാൽ ഒരു ജനറൽ ടേം 10th ടേം എന്തെങ്കിലും -1 raised to n/n അല്ലേ? ഫസ്റ്റ് ടൈം ആകുമ്പോൾ 1 ആണ്, സെക്കൻഡ് ടൈം 2 ആണ്, തേർഡ് ടൈം 3 ആണ് ഡിനോമിനേറ്ററിൽ. സോ
nth ടേം ആകുമ്പോൾ ഡിനോമിനേറ്ററിൽ n ആയിരിക്കും. ഓക്കെ, എക്സെട്ര. ഇത് സീരീസ് ആണ്. ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ആൾട്ടർനേറ്റീവ് സീരീസിന്റെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ളത്. സോ ഫസ്റ്റ് കണ്ടീഷൻ നമ്മൾ എന്താണ് പറഞ്ഞിരുന്നത്? ആൾട്ടർനേറ്റീവ്ലി പോസിറ്റീവ് ആണ് നെഗറ്റീവ്. ക്ലിയർലി നമുക്ക് അറിയാം, ദിസ് ഫസ്റ്റ് ടേം ഈസ് പോസിറ്റീവ്, സെക്കൻഡ് ടേം ഈസ് നെഗറ്റീവ്, അഗൈൻ തേർഡ് ടേം ഈസ് പോസിറ്റീവ് അല്ലേ. സോ ദ ഫസ്റ്റ് കണ്ടീഷൻ ഈസ് സാറ്റിസ്ഫൈഡ് ആണ്, ആൾട്ടർനേറ്റീവ്ലി പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആണ്. ഇത് നമ്മുടെ എന്താ പറയുക, അബ്സല്യൂട്ട് വാല്യൂ ഡിക്രീസിങ് സീക്വൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. സോ അവിടെ മോഡുലസ് ഓഫ് 1 ഈസ് 1, then modulus of minus 1/2 എന്ന് പറഞ്ഞാൽ 1/2, modulus of 1/3, modulus of minus 1/4 എന്ന് പറഞ്ഞാൽ 1/4. This clearly 1 is greater than or equal to 1/2, 1/2 is greater than or equal to 1/3, 1/3 is greater than or equal to 1/4. Clearly എന്താണ്, the absolute value of the terms of the given series is a decreasing series. Okay, clearly ഇതൊരു decreasing സീക്വൻസ് ആണ്. ദെൻ തേർഡ് കണ്ടീഷൻ എന്താണ് നമ്മൾ പറഞ്ഞത്? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് n ടെൻസ് ടു 0 എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. അതെന്താണ് നമ്മൾ ചെക്ക് ചെയ്താൽ കിട്ടുക? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് n എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും നമുക്ക്? ജസ്റ്റ് 1/n. ക്ലിയർലി ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/n ഇസ് ഈക്വൽ ടു എന്താണ്? 0 ആണ്. ഒരു ആൾട്ടർനേറ്റീവ് സീരീസിന്റെ 3 കണ്ടീഷനും ഇതാണ് നമ്മൾ എഴുതിയ ഈ സീരീസ് സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഇതൊരു ആൾട്ടർനേറ്റീവ് സീരീസ് ആണ്. അപ്പോൾ ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു സീരീസ് തന്നിട്ട് അതിൻ്റെ ടേംസ് ആൾട്ടർനേറ്റീവ്ലി നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ആണെന്ന് കരുതി പെട്ടെന്ന് അതൊരു ആൾട്ടർനേറ്റീവ് സീരീസ് ആണ് എന്നൊന്നും പറയരുത്. എക്സ്ട്രാ നമുക്ക് 2 കണ്ടീഷൻ ഉണ്ട്. എന്താണ്? അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ദി ടേംസ് ആർ ഡിക്രീസിങ്ങും ആവണം, അതിൻ്റെ nth ടേമിൻ്റെ ലിമിറ്റ് 0 കൂടെ ആകണം. അത് രണ്ടും കൂടെ ആയാൽ മാത്രമേ ഉള്ളൂ നമുക്കൊരു ആൾട്ടർനേറ്റീവ് സീരീസ് ആണെന്ന് പറയുക. അപ്പോൾ ഈ സൈന് മാത്രം നോക്കിയിട്ട് ഒരിക്കലും എന്ത് പറയരുത്, ആൾട്ടർനേറ്റീവ് സീരീസ് കിട്ടും. ഫോർ എക്സാമ്പിൾ ആൾട്ടർനേറ്റീവ് എഴുതുമ്പോൾ ജസ്റ്റ് നമ്മൾ 1 - 2 + 3 - 4 + എക്സെട്ര. ആൾട്ടർനേറ്റീവ്ലി നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ആണ്. പക്ഷെ സെക്കൻഡ് കണ്ടീഷൻ തന്നെ സാറ്റിസ്ഫൈഡ് ആണോ? അല്ല. മോഡുലസ് ഓഫ് a1 is less than or equal to modulus of a2 is less than or equal to modulus of a3 അല്ലേ. ഒരിക്കലും അതുപോലെ തന്നെ ഇതിൻ്റെ ലിമിറ്റും nth ടേമിൻ്റെ ലിമിറ്റും 0 കൺവേർട്ട് ചെയ്യില്ല. അപ്പോൾ ഇതൊരിക്കലും എന്തല്ല, ഒരു ആൾട്ടർനേറ്റീവ് സീരീസ് അല്ല. അപ്പോൾ നിങ്ങൾ ഈ നെഗറ്റീവും പോസിറ്റീവും മാത്രം നോക്കിയിട്ട് സീരീസ് ആൾട്ടർനേറ്റീവ് ആണെന്ന് പറയരുത്. എ സീരീസ് ഇൻ വിച്ച് ദ ടേംസ് ആർ ആൾട്ടർനേറ്റീവ്ലി നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ആൻഡ് ദ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ദി ടേംസ് ആർ ഡിക്രീസിങ് ടു 0 ആയിരിക്കും. എല്ലാ കണ്ടീഷനും സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമേ നമ്മൾ ആ സീരീസിനെ ഒരു ആൾട്ടർനേറ്റീവ് സീരീസ് എന്ന് വിളിക്കുകയുള്ളൂ. ഓക്കെ, നൗ ആൾട്ടർനേറ്റീവ് സീരീസ് ടെസ്റ്റ്. ആൾട്ടർനേറ്റീവ് സീരീസ് ടെസ്റ്റിൽ എന്താണ് പറയുന്നത്? 2 സ്റ്റേറ്റ്മെൻ്റ് ആണത്. ഇഫ് എ സീരീസ് ഈസ് ആൾട്ടർനേറ്റീവ് ദെൻ ഇറ്റ് മസ്റ്റ് ബി കൺവേർജസ്. എവരി ആൾട്ടർനേറ്റീവ് സീരീസ് ഈസ് കൺവേർജസ് എന്നാണ് പറയുന്നത്. ഫസ്റ്റ്. Then second one is the error made in approximating an alternating series by its nth partial sum Sn is equal to sigma I ranging from 1 to n ai is not greater than modulus of an plus 1. ഒരു വലിയ സ്റ്റേറ്റ്മെൻ്റ് ആണ്, പക്ഷെ പറഞ്ഞത് സിമ്പിളാണ്. ഇത്രയേ ഉള്ളൂ. ഒരു സീരീസ്, ആ സീരീസിൻ്റെ സമ്മിനെ നമ്മൾ അല്ലേ, ഒരു സീരീസ് കൺവേർജൻ്റ് ആണെങ്കിൽ നമുക്കറിയാം അതിനൊരു സം ഉണ്ടാവും അറിയാം അല്ലേ. സോ ആ സീരീസിൻ്റെ സമ്മിനെ നമുക്ക് എസ് എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ദെൻ പാർഷ്യൽ സം എന്താണ് നമ്മൾ പഠിച്ചതാണ്, ദ സം ഓഫ് ദി ഫസ്റ്റ് n ടേംസ് ഓഫ് ദ സീരീസ് അല്ലേ. ദെൻ ദാറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ എസ്. ഓക്കെ, ദെൻ ദ ഡിഫറൻസ് ഓഫ് the sum and its partial sum is less than the modulus of the nth term of the series. അതാണ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ജസ്റ്റ് എന്താണ്, the difference of the sum of the series and its nth partial sum is less than is the modulus value of its n plus 1th term എന്നാണ്. സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും പറയാം, ദ സം ഓഫ് ദ സീരീസ് ഈസ് ലൈസ് ബിറ്റ്വീൻ ദി എനി ടു സക്സസീവ് പാർഷ്യൽ സംസ്.
അതായത് ഫസ്റ്റ് n ടേംസിൻ്റെ പാർഷ്യൽ സം എസ് എന്നും നെക്സ്റ്റ് ഫസ്റ്റ് n+1 ടേംസിൻ്റെ പാർഷ്യൽ സമ്മ് Sn+1 ആയിട്ടാണ് നമ്മൾ എടുത്തതെങ്കിൽ ഈ ഫസ്റ്റ് Snനും Sn+1നും ഇടക്കാണ് നമ്മുടെ ആൾട്ടർനേറ്റിംഗ് സീരീസിൻ്റെ സമ്മ് വരാൻ. അതായത് സക്സസീവ് ആയിട്ടുള്ള രണ്ട് പാർഷ്യൽ സംസിന് ഇടക്കാണ് എന്ത് വരാം, സീരീസിൻ്റെ സമ്മ് വരാന്നാണ് പറയുന്നത്. ഇതിനേക്കാൾ കൂടുതൽ നമുക്ക് യൂസ് ചെയ്യാൻ എളുപ്പം ഈ ഒരു ഇക്വേഷനാണ്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സീരീസ് ആൻഡ് ദ nth partial sum is greater less than or equal to the modulus of is n+1th term, that is an+1 എന്നാണ് ഈ alternative series ടെസ്റ്റിൽ പറയുന്നത്. So we have to do one problem. Estimate the sum of series sigma I ranging from 1 to infinity minus 1 raised to I by 3 raised to I plus 1 with an error of not more than 0.0. ഓക്കെ, ഒരു ആൾട്ടർനേറ്റീവ് സീരീസിൻ്റെ സെക്കൻഡ് പാർട്ടും കൂടി യൂസ് ചെയ്തിട്ട് ചെയ്യാനുള്ള ഒരു പ്രോബ്ലമാണ്. അപ്പോൾ ഇത് ആദ്യം ഒരു ആൾട്ടർനേറ്റീവ് സീരീസ് ആണെന്ന് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടില്ല. അപ്പോൾ ആദ്യം നമ്മൾ അതാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, ജസ്റ്റ് ആണെങ്കിൽ ഇതാ സീരീസിന് സംശയം ഉണ്ടെങ്കിൽ എഴുതി നോക്കാം. ജസ്റ്റ് എഴുതി നമുക്ക് എന്താ സീരീസ് കിട്ടുക, സിഗ്മ ഐ റേഞ്ചിങ് ഫ്രം 1 to infinity minus 1 raised to I by 3 raised to I plus 1 അല്ലേ. ജസ്റ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് ചെയ്ത് കിട്ടുക. ഐക്ക് 1 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും, -1 by 3 plus 1 is equal to 4. -1 by 4 എന്നാണ് ഫസ്റ്റ് ടേം കിട്ടുക. ദെൻ സെക്കൻഡ് ടേം എന്ന് പറയുമ്പോൾ നമുക്ക് 1 by 3² plus 1 9+1 എന്ന് പറയുമ്പോൾ 10 എന്ന് കിട്ടും. തേർഡ് ടേം എന്ന് വരും -1 by 3³ എന്ന് പറയുമ്പോൾ നമുക്ക് 27 plus 1 29 കിട്ടും അല്ലേ. ഈ ഒരു ഫോമിലാണ് ആ സീരീസ് പോകുക. അപ്പോൾ തന്നെ ആൾട്ടർനേറ്റീവ്ലി നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ആണ്. ഓക്കെ, ഫസ്റ്റ് കണ്ടീഷൻ നമുക്ക് സാറ്റിസ്ഫൈഡ് ആണ്. ദെൻ ഡിക്രീസിങ് ആണോ എന്ന് ചെക്ക് ചെയ്യണം നമുക്ക്. അപ്പോൾ നമുക്ക് എന്താ പറയുക, ജസ്റ്റ് നോക്കൂ, 3 raised to I എന്ന് പറഞ്ഞാൽ എന്താണ്, ലെസ് ദാൻ 3 raised to I plus 1 ആണ്. ഓക്കെ ആണല്ലോ. ദാറ്റ് ഈസ് 3 raised to I is 3 raised to I plus 1 is less than or equal to എന്തായിരിക്കും, 3 raised to I plus 1 plus 1 ആയിരിക്കും. It is clear for every I കേട്ടോ, for every I ranging from 1 to 3 etc. infinity. Then 1 by 3 raised to I plus 1 is greater than or equal to 1 by 3 raised to I plus 1 plus 1 ആയിരിക്കും. ഇത് നമ്മൾ എന്താണ്, 1 by 3 raised to I plus 1 എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ modulus of AI is greater than or equal to modulus of AI plus 1 for every I into, which implies that the series is, the absolute value of the terms of the series is decreasing. Okay, so second condition is also satisfied. The third ആയിട്ട് നമുക്ക് എന്തുകൊണ്ട് കണ്ടുപിടിക്കണം, ലിമിറ്റ് n tends to infinity modulus of a എന്ന് പറഞ്ഞാൽ എന്താ വരിക, ലിമിറ്റ് n tends to infinity 1 by modulus of a എന്ന് പറഞ്ഞാൽ 1 by 3 raised to n plus 1. ക്ലിയർലി അല്ലേ, n equal to 1 എന്ന് കൊടുക്കുമ്പോൾ നമുക്കറിയാം 3² 3³ അല്ലേ. അങ്ങനെ പോകുന്നൊരു n tends to ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നതും ഈ ടേംസ് 1 by infinity നാം 1 by infinity is equal to 0 ആണ്. സോ nth ടേംസ് ആൾസോ ടെൻസ് ടു 0 ആണ്. അപ്പോൾ ഒരു ആൾട്ടർനേറ്റീവ് സീരീസിൻ്റെ 3 കണ്ടീഷൻ ഉണ്ട് സാറ്റിസ്ഫൈ ചെയ്തത്. ആൾട്ടർനേറ്റീവ് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ആണ്. ആൻഡ് ദ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ദ ടേംസ് ആർ ഡിക്രീസിങ് ആൻഡ് ടെൻസ് ടു 0 ആണ്. സോ ദ ഗിവൺ സീരീസ് ഈസ് an alternating series ആണെന്ന് പറയാം. Okay, the given series is an alternating series and hence it is convergent. Okay, അപ്പോൾ കൺവേർജൻസ് നമ്മൾ ചെക്ക് ചെയ്തു. നമുക്ക് എന്താ പറയുക, എസ്റ്റിമേറ്റ് ദ സം ഓഫ് ദ സീരീസ് വിത്ത് ആൻ എറർ ഓഫ് നോട്ട് മോർ ദാൻ 0.01. 0.01 എറർ വരാത്ത രീതിയിൽ അതിൻ്റെ സം എസ്റ്റിമേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മൾ ആ മോഡൽ നമ്മൾ പറഞ്ഞ മോഡുലസ് ഓഫ് S minus SN ഈസ് ലെസ് ദാൻ മോഡുലസ് ഓഫ് AN+1 ആണ്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് ആ എന്നിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കും. പിന്നെ അതിൻ്റെ വാല്യൂ കണ്ടിട്ട് ആണ് സം ഒന്ന് ജസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്ത് എഴുതുക. ഓക്കെ, ലെറ്റ് S be the sum of
given series. It is be the sum of given series and Sn be the nth partial sum. Sn be the nth partial sum ആണെങ്കിൽ നമ്മൾ by alternative series test നമുക്കുന്നുണ്ട് modulus of s minus Sn is less than എന്താണ് പറഞ്ഞിട്ടുണ്ട് modulus of is n plus 1th term ആണ്. ഓക്കെ, എന്താണ് എസും എസ് എന്നും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് അതിൻ്റെ മോഡൽ n plus 1th ടേമിൻ്റെ മോഡലസിനേക്കാളും കുറവായിരിക്കുന്നതാണ്. ഇവിടെ നമുക്ക് n plus 1th ടേം ഏതാ കിട്ടുക? n plus 1th ടേം എന്ന് പറയുമ്പോൾ മൈനസ് മോഡലസ് വാല്യൂ ആണ്. ഇപ്പോൾ -1 റൈസ് ആയി ഇതിൻ്റെ മോഡലസ് ഓഫ് n plus 1 ആയതുകൊണ്ട് n plus 1th ടേം ഏതാണ് കിട്ടുക? 1/3 റൈസ് ടു n plus 1 plus 1 ആണ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ എറർ എത്രയാണ്? അതായത് സമ്മും nth പാർഷ്യൽ സമ്മും തമ്മിലുള്ള ഡിഫറൻസ് ഇതിനേക്കാളും കുറവായിരിക്കും എന്നാണ് നമ്മൾ പറഞ്ഞത്. പക്ഷെ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് ആ എറർ ഈസ് ലെസ് ദാൻ 0.01 ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് എറർ ഓഫ് നോട്ട് മോർ ദാൻ 0.01. 0.01 ഒരിക്കലും കൂടില്ല എറർ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് നമുക്ക് എന്ത് പറയാൻ പറ്റും? 1/3 റൈസ് ടു n plus 1 plus 1 ഈസ് സ്ട്രിക്റ്റ്ലി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്താണ് 0.0 അല്ലേ? ഓക്കെ, ഇതിന് നമ്മൾ ആദ്യം എന്നിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് എങ്ങനെ ഇതാണ്? നമുക്ക് ജസ്റ്റ് 1/3 റൈസ് ടു n plus 1 plus 1 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/100 എഴുതാമോ? 1/100 എഴുതിക്കൂടെ? 0.01. സോ തിരിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 3 റൈസ് ടു n plus 1 plus 1 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 100 എഴുതാം. Which implies that 3 raised to n plus 1 is greater than or equal to 99. Okay, അപ്പോൾ 3 raised to n plus 1 is greater than or equal to 99 ആവുന്നത് ഏത് എങ്ങനെയാണെന്ന് നോക്കിയാൽ നമുക്കറിയാം. n is equal to 1 കൊടുക്കുമ്പോൾ ഇവിടെ 3 സ്ക്വയർ എന്നാണ് വരിക. അപ്പോൾ എന്ത് വരുള്ളൂ? 9 ഉള്ളൂ. n is equal to 2 കൊടുക്കുമ്പോൾ 3 ക്യൂബ് ആകുമ്പോൾ 27 ആവും. then 3 raised to n is equal to 3 ആകുമ്പോൾ 3 raised to 4 ആകുമ്പോഴും എന്താണ് 84 എന്നാണ്. സോ n ഈസ് ഗ്രേറ്റർ ദാൻ 4 ആണ്. n ഈസ് ഈക്വൽ ടു 5 മുതൽ അങ്ങോട്ട് എന്താവും? ഈ ഒരു ഇനീക്വാളിറ്റി സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കിയാൽ അറിയാം. ഇഫ് വി ടേക്ക് n is equal to 4, that is 3 raised to 4 plus 1 ആവും അല്ലേ? ഈക്വൽ ടു 3 raised to 5. 3 raised to 5 എന്ന് പറഞ്ഞാൽ ഒരു ഗ്രേറ്റർ ദാൻ or equal to 99 എന്നുള്ളൊരു ക്വാണ്ടിറ്റിയാണ് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇനീക്വാളിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്ന മിനിമം n എന്ന് പറയുന്നത് ഏതാണ്? n is equal to 4 ആണ്. n is equal to 4 മുകളിലുള്ള ഏതെന്നും ഈ ഒരു ഇനീക്വാളിറ്റി സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ മിനിമം n ഏതാണോ n is equal to 4 ആണ്. അപ്പോൾ n is equal to 4 എന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇനീക്വാളിറ്റി സാറ്റിസ്ഫൈഡ് ആവും. അപ്പോൾ നമുക്ക് ആവറേജ് സം എത്രയാണ് കാണാൻ പറ്റും? പ്ലസ് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ ഈ എസ് എൻ ഏതാണെന്ന് നമുക്ക് കാണാം. Sn is equal to sigma I ranging from 1 to n is equal to 1 to n എന്നാണ് പറയുക. അപ്പോൾ I ranging from 1 to 4 എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് A1 plus A2 plus A3 plus A4 ആണ്. So the terms are minus 1/4 plus 1/10 plus 1/20 minus 1/28 plus 1/82 എന്ന് വരും. which is equal to minus 0.1735. ജസ്റ്റ് ഒരു ആൾട്ടർനേറ്റിംഗ് സീരീസ് എന്താണെന്നോ ഒരു ആൾട്ടർനേറ്റിംഗ് സീരീസ് ടെസ്റ്റ് ഒരു പ്രോബ്ലത്തിൽ എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യാമെന്നാണ് നമ്മൾ ഈ പ്രോബ്ലത്തിലൂടെ ചെയ്തത്. പിന്നെ കൂടുതൽ പ്രോബ്ലങ്ങൾ എടുത്ത് ചെയ്ത് നോക്കുക. നെക്സ്റ്റ് ടൈം ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.